നമസ്കാരം. മഴക്കാലത്ത് ധാരാളം സാംക്രമിക രോഗങ്ങൾ, അതായത് പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് വൈറൽ ഫീവർ. ഈ പനി സാധാരണയായിട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും, തലവേദന, ശരീരം വേദന, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുക എന്നീ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. 3-4 ദിവസത്തിനുള്ളിൽ പനി കുറയുന്നില്ലെങ്കിൽ പനിയുടെ കാരണം കണ്ടെത്താൻ പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കണം. കോവിഡ്, H1N1, പക്ഷിപ്പനി, ഡെങ്കു, ചിക്കൻ ഗുനിയ മുതലായ ഉൾപ്പെടെയുള്ള വിവിധ വൈറസുകൾ മൂലമാണ് പനി ഉണ്ടാകുന്നത്. കൂടാതെ അഞ്ചാം പനി, മുണ്ടുനീര്, ചിക്കൻ ബോക്സ് എന്നിവയെല്ലാം പനിക്ക് കാരണമാകുന്നു. ഇവയും വൈറൽ ഫീവറിൻ്റെ വിഭാഗത്തിൽ വരും. വൈറൽ ഫീവറിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പനി ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ മാറുന്നു. അഥവാ മാറിയില്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മാറാം. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ മൂലവും പനി വരാം. അത് വൈറൽ അല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. ഈ പനിയും ചുമ, ജലദോഷം, ഉയർന്ന ടെമ്പറേച്ചർ, ഛർദി ഒക്കെ ഉണ്ടാവാം. വെള്ളം കൂടാതെ നല്ല പോഷകാഹാരവും ഈ സമയത്ത് കഴിക്കണം. രോഗം പ്രതിരോധിക്കാനും ചികിത്സിക്കാനും നിലവേമ്പ് കുടിനീര്, കഫസര കുടിനീരൊക്കെ കുടിക്കാം. പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പിലി, ആടലോടകം, പനിക്കൂർക്കയില, തുളസി, കരിപ്പട്ടിയൊക്കെ ചേർത്ത് ചുക്ക് കാപ്പി കുടിക്കാം. നല്ല ജലദോഷം, മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ പനിക്കൂർക്കയില, തുളസിയില, നൊച്ചിയില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയൊക്കെ ചേർത്ത് ആവി പിടിക്കാം. പ്രതിരോധമാണ് പ്രധാനം. അതുകൊണ്ട് വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.